നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുകയായിരിക്കും വനിതാ യാത്രക്കാരൊക്കെ അല്ലേ. വലിയ സന്തോഷമായി കാണും. പല വനിതാ യാത്രക്കാർക്കും പരിമിതികളൊക്കെ ഉണ്ട്. അതായത് എപ്പോഴും ഈ ബസ് ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിലെ കാത്തുനിന്ന് യാത്ര ചെയ്യുക ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു വശത്ത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. എങ്കിൽ പോലും കഴിവതും പ്രിയദർശിനിയിൽ യാത്ര ചെയ്ത് പണമൊക്കെ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പല സ്ത്രീകളും എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ പദ്ധതിക്കെതിരെ ഒരു ഹർജി പോയിരുന്നു ഹൈക്കോടതിയിൽ. അതായത് ഒരു തുല്യതയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമലംഘനമാണ് ഈ ഒരു ആനുകൂല്യം എന്ന ഒരു രീതിയിൽ ഒരു പരാതി പോയിരുന്നു. ആ പരാതിയിൽ കോടതി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. KSRTCയിൽ യാത്ര ചെയ്യുന്നവരിലേറെയും സാധാരണ തൊഴിലാളികളല്ലേ. വരുമാനം കൂടുതലുള്ള ഒരു 10% പേർക്ക് കൂടി പ്രയോജനം കിട്ടുന്നുണ്ട് എന്ന് കരുതി മറ്റുള്ളവർക്കും അത് നിഷേധിക്കണോ എന്ന ചോദ്യമാണ് ഈ ഹർജിക്കാരനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെതിരായ ഹർജിയിൽ വാദം കേൾക്കവേ ചീഫ് ജസ്റ്റിസ് സൗമൻസൻ, ജസ്റ്റിസ് ശ്യാംകുമാർ VM എന്നിവർ വാക്കാൽ ചോദിച്ച ചോദ്യമാണിത്. തുടർന്ന് ഹർജിയിൽ വിധി പറയാൻ മാറ്റി. വനിതകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ പദ്ധതി ഏകപക്ഷീയവും വിവേചനപരവുമാണ് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത്. സാമ്പത്തിക മാനദണ്ഡങ്ങളടക്കം പാലിക്കാതെ കേവലം ലിംഗ അടിസ്ഥാനത്തിൽ മാത്രം ആനുകൂല്യം നൽകുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15(1) എന്നിവ ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെയും വിവേചനമില്ലായ്മയുടെയും ലംഘനമാണ് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം. സ്ത്രീകൾക്കായി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) സർക്കാരിന് അധികാരം നൽകുന്നുണ്ടെങ്കിലും അത് കൃത്യമായ ലക്ഷ്യത്തോടും പ്രത്യേക പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ മാത്രമായിരിക്കണമെന്നും സാർവത്രികമായ ഇത്തരം സബ്സിഡികൾ ഈ വകുപ്പിന്റെ പരിധിയിൽ വരില്ലെന്നും ഹർജിക്കാർ വാദിച്ചു. വർഷം 800 കോടി രൂപയാണ് ഇതുവഴി KSRTCക്ക് അധികമായി വരുന്ന ബാധ്യതയെന്നും ആവശ്യമായ വിലയിരുത്തലുകളോ സാമ്പത്തിക പ്രത്യാഘാത പഠനങ്ങളോ നടത്താതെയാണ് പദ്ധതി നടപ്പാക്കിയതെന്നും ഹർജിക്കാർ വാദിക്കുകയുണ്ടായി. എന്നാൽ കർണാടകയിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും അടക്കം 8 സംസ്ഥാനങ്ങളിൽ സമാനമായ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ പദ്ധതികൾ പഠിച്ച ശേഷമാണ് ഇവിടെ നടപ്പാക്കിയത്. ഇതിലൂടെ സ്ത്രീ ശാക്തീകരണമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തെ വിവിധ കോടതികൾ ഉന്നയിച്ച വിധിന്യായങ്ങളും സർക്കാർ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഹർജിയിൽ പിന്നീട് വിധി പറയാമെന്ന് കോടതി വ്യക്തമാക്കിയത്. എന്തായാലും ഹർജിക്കാരോട് കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യം നിർണായകമാണ്. എന്തായാലും വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. കോടതി ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. KSRTCയിൽ യാത്ര ചെയ്യുന്നവരിലേറെയും സാധാരണ തൊഴിലാളികളാണ്. വരുമാനം കൂടുതലുള്ള ഒരു 10% പേർ കൂടി പ്രയോജനം കിട്ടുന്നുണ്ട് എന്ന് കരുതി മറ്റുള്ളവർക്കും അത് നിഷേധിക്കണോ? സ്വാഭാവികമായിട്ടുള്ള ന്യായമായ ഒരു ചോദ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സാധാരണക്കാരായ സ്ത്രീകളായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ആരാഞ്ഞപ്പോൾ ഒരു വീട്ടമ്മ പ്രതികരിച്ചത് ഇത്തരത്തിൽ, അതായത് സൗജന്യ യാത്ര നടത്തി ശേഖരിക്കുന്ന പണം, ആ പണത്തിൽ നിന്ന് ഞാൻ ഭർത്താവിന് വേണ്ടിയുള്ള മരുന്ന് വാങ്ങിക്കുമെന്നൊരു വീട്ടമ്മ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വളരെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യം അത് മറ്റെന്തെങ്കിലും പേര് പറഞ്ഞ് തടസ്സപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, സിറ്റിയിൽ മുഴുവൻ, തിരുവനന്തപുരം സിറ്റിയിൽ മുഴുവൻ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാണ്. എപ്പോഴും ഈ ബസ്സിനെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പരിമിതികളൊക്കെ നിലനിൽക്കവെയാണ് ഈ പദ്ധതി നടപ്പിലായിരിക്കുന്നത്. എന്തായാലും എന്തിൻ്റെ പേരിലായാലും ഈ പദ്ധതിയെ തടയുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതിയെ എതിർക്കുന്നത് ന്യായീകരിക്കാനാകില്ല. കോടതിയും അത്തരത്തിലൊരു കാര്യം തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് മലയാളി വാർത്തയോട് ചില സ്ത്രീകൾ പ്രതികരിച്ചിരുന്നു സൗജന്യ യാത്രയെക്കുറിച്ച്. അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. എന്താണ് സ്ത്രീജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് നോക്കാം. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ആ ഒരു ചെലവ് ഒഴിഞ്ഞിരിക്കും അല്ലേ? സ്ഥിര യാത്ര നടത്തുന്നവരാണോ ബസ്സില്? ഈ തീരുമാനത്തെ എങ്ങനെ ഒരു പുരുഷനെന്ന രീതിയിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്പൊ എവിടെ പോയിരിക്കുകയാണ് രണ്ടുപേരും? അപ്പൊ ഈ ബസ്സിൽ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അത് നോക്കി മാത്രമേ കയറാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ടോ? അതോ ഇല്ല, നമുക്ക് ഏതൊന്നാലും കയറത്തുള്ളൂ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയിരിക്കുകയാണെന്ന് സന്തോഷമായോ? എനിക്ക് സന്തോഷമൊന്നുമില്ല. എന്തുകൊണ്ട് സന്തോഷമില്ല? സന്തോഷിക്കാതെന്ന് പറഞ്ഞാൽ ഇപ്പൊ 6, 60 എല്ലാത്തിനും ഒരേപോലെ ആയിരുന്നു. സർക്കാർ ഇപ്പൊ ചെയ്തെങ്കിലും ജനങ്ങളിൽ നിന്നല്ലേ ഇതെല്ലാം ഈടാക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്തോന്ന് സന്തോഷിക്കാൻ? ഇതിപ്പോ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് ആവശ്യ പുരുഷന്മാരെ ഓട്ടുന്നവർക്ക് വേണ്ടേ? പുരുഷന്മാർ നമ്മളെ കൂടെ വരണം, പുരുഷന്മാരെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ സൗജന്യമായിട്ട് ഇതൊക്കെ നിലനിൽക്കാനാണ് ഈ സർക്കാർ ഇതൊക്കെ രൂപീകരിച്ച് വെച്ചാൽ. ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അവർക്കൊന്നും ചെയ്യായിരുന്നു. 6 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ
60 മുകളിലോട്ടുള്ളവർക്ക് വേണമെങ്കിൽ സൗജന്യ യാത്ര കൊടുക്കാം, വികലാംഗർക്കും കൊടുക്കാം. ഇതിപ്പോ എല്ലാവർക്കും 50,000 രൂപ ശമ്പളം വാങ്ങിച്ചോണം, 1,00,000 രൂപ ശമ്പളം വാങ്ങിച്ചോണ്ട് സൗജന്യ യാത്ര. ഇതിലൊക്കെ എന്തോന്ന് അർത്ഥം? ഇത് ജനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനും ജനങ്ങളിൽ നിന്ന് തന്നെ അവര് പൈസ കരം ഈടാക്കി വ്യാപിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമൊന്നുമില്ല, എനിക്ക് ഒറ്റ സന്തോഷമില്ല. ഞാൻ സ്ത്രീ തന്നെയാണ്, സൗജന്യ യാത്രയാണ്, എനിക്കതിൽ ഒരു സന്തോഷമില്ല. ജനങ്ങളെ പിടുങ്ങാൻ വേണ്ടിയുള്ള സന്തോഷം. ഞാൻ ആ ബസ്സിൽ ഇങ്ങോട്ട് വന്നപ്പോഴും കയറിയില്ല, ഒരിക്കലും കയറൂലെന്നല്ല, അതിൽ കയറൂലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ കയറൂല എന്ന് ഞാൻ പറഞ്ഞില്ല. ബസ് യാത്ര നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയും കൂടെ ആവുമ്പോഴോ അതപ്പോ ചെയ്യുന്നത് നല്ലതാണോ എന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാൻ ആ ബസ്സിൽ കയറൂലെന്നല്ല പറഞ്ഞത്. സർക്കാർ ഇതുണ്ടാക്കി വെച്ചേക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ജനങ്ങളിൽ നിന്ന് പിഴിയാൻ വേണ്ടി തന്നെയാണ് ഇത് വെച്ചേക്കണത്. അല്ലാതെ അവർക്കിത് നഷ്ടം വന്ന അവര് ഇന്ധനങ്ങളിലും സാധനങ്ങളിലൊക്കെ വിലക്കയറ്റം ഉണ്ടാവൂലേ. അപ്പൊ നമ്മളിൽ നിന്നല്ലേ പിഴിയണം. പിന്നെ നമുക്ക് എന്തോരം ലാഭം, എന്തോന്ന് ലാഭമാണ് അതില്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കയറൂലെന്നല്ല ഞാൻ പറഞ്ഞത്. ആശങ്കാഭാവമാണ് പറഞ്ഞത്. ഒരു പൗരം ഒരു ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാ, അങ്ങനെ തന്നെയാണിത്. ഇത് കുറച്ച് കഴിയുമ്പോൾ നിർത്തലാക്കും, സർക്കാർ തന്നെ നിർത്തലാക്കും. ഇതൊക്കെ അവരൊരു വാഗ്ദാനം ചെയ്തത് കൊണ്ട് അത് നടപ്പിലാക്കണമല്ലോ. അത് ഞാൻ ഒരു കളയിൽ പോകണമല്ല, എനിക്ക് കീഴ്മാറ്റി പോകണം, വെഞ്ഞാറമ്മൂട് കീഴ്മാറ്റി പോകണം. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതായത് കൊണ്ട് അവർ ചെയ്തെന്ന് മാത്രം. അപ്പൊ അത് ചെയ്യാമായിരുന്നു. 6 തൊട്ട് 16 വയസ്സ് വരെയും 60 മുകളിലോട്ടുള്ളവർക്ക് അത് കൊടുക്കാമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ചെയ്താൽ എന്താണ്? ബസ്സിൽ അടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് സ്ത്രീകളുടെ അടിയൊക്കെ ഉണ്ടാക്കില്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വെഞ്ഞാറമ്മൂട് കിളിമാറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരെയായിരുന്നു ഞാനിവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ബസ്സുകളിലൊന്നും ദയവായി കയറരുത്. ഇതിലൊന്നും സൗജന്യ യാത്ര അനുവദിക്കുന്നതല്ല. സിറ്റി ഫാസ്റ്റിൽ ഒരിക്കലും കയറരുത്. ഏത് ബസ്സിലാണ് സൗജന്യ യാത്ര ഉള്ളതെന്ന് പ്രേക്ഷകർക്കായിട്ട് മലയാളി വാർത്ത കാണിച്ചു തരുന്നതായിരിക്കും. സിറ്റി ഫാസ്റ്റ് ബസ് ഇപ്പോൾ ഒരുപാട് സിറ്റിയിൽ ഉണ്ട്. അപ്പോൾ മാറിക്കയറിയാൽ ഉറപ്പായിട്ട് പൈസ കൊടുത്ത് പോകേണ്ടി വരും. ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ സിറ്റി ഫാസ്റ്റ് വരുന്നുണ്ട്, പ്രിയദർശിനിയുടെ ബസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അതും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു തരാം ഒരിക്കൽ കൂടി. എന്തായാലും ഇപ്പൊ നിലവിൽ വരുന്നതല്ല സിറ്റി ഫാസ്റ്റ് ആണ്. സിറ്റി ഫാസ്റ്റിൽ പ്രേക്ഷകർ കയറരുത്. സന്തോഷമാണ്, നല്ല തീരുമാനമാണ്. ഇത് കണ്ടിന്യൂ ആയിട്ട് പോകുമോ? അതെ അതെ, തേങ്ങ പോലെയാണ്. കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ നന്നായിരിക്കും.